വളപട്ടണത്ത് വ്യാപാരിയുടെ വീട്ടിൽ നിന്ന് 1 കോടി രൂപയും 300 പവനും കവർന്ന സംഭവം കഴിഞ്ഞ മാസം 20-ാം തീയതിയായിരുന്നു. മോഷണത്തിന് പിന്നിൽ വീട്ടുകാരെ നേരിട്ട് അറിയുന്നവർ ഉണ്ടെന്ന സംശയം പോലീസിന് തുടക്കം മുതലേ ഉണ്ടായിരുന്നു. അങ്ങനെ 11 ദിവസത്തിനു ശേഷം പ്രതിയായ അയൽവാസി വിജേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെൽഡിംഗ് തൊഴിലാളിയായ വിജേഷ് മോഷ്ടിച്ച ആഭരണങ്ങളും പണവും വീട്ടിലെ കട്ടിലിനടിയിൽ സൂക്ഷിക്കുകയായിരുന്നു. CCTV ദൃശ്യങ്ങളും വിരലടയാളങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി വലയിലായത്. ഞായറാഴ്ച രാവിലെ പ്രതിയുടെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. വൈകിട്ട് തിരിച്ചു വാങ്ങാൻ പോലീസ് ആവശ്യപ്പെട്ടു. ഇത് വാങ്ങാൻ എത്തിയപ്പോഴാണ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. വീട്ടിനകത്ത് നിന്ന് ലഭിച്ച 16 കൈവിരൽ അടയാളങ്ങളാണ് കേസിൽ നിർണായകമായത്. വീട്ടിനുള്ളിലെ മറ്റൊന്നും നശിപ്പിക്കാത്തതും അലമാരകൾ മാത്രം കൊള്ളയടിച്ച സാഹചര്യത്തിലാണ് സംഭവം ആസൂത്രിതമാണെന്ന സംശയം ബലപ്പെട്ടത്. 3 മോഷ്ടാക്കൾ മതിൽ ചാടി വീട്ടുവളപ്പിലേക്ക് കടക്കുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. അടുക്കള ഭാഗത്തെ ജനൽക്കമ്പി അടർത്തിയെടുത്താണ് അകത്തു കയറിയത്. വീടിനടുത്തെ ചെറിയ റോഡിലൂടെ മണം പിടിച്ചോടിയ പോലീസ് നായ 1 കിലോമീറ്ററോളം സഞ്ചരിച്ച് വളപട്ടണം റെയിൽവേ സ്റ്റേഷനിലെത്തി നിന്നു. പ്രതിയുടെ വീടിന് മുൻപിലും നായ എത്തിയിരുന്നു. വളപട്ടണം ഇൻസ്പെക്ടർ TP സുമേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചായിരുന്നു അന്വേഷണം.